നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള Y58 എന്ന് പറഞ്ഞ 5G. ഈ ഒരു മോഡലിൻ്റെ ഒരു ബാക്കിലൊരു ഡിസൈൻ കണ്ടോ, വളരെ ആ ലൈറ്റെല്ലാം അടിക്കുമ്പോൾ ഇങ്ങനെ തിളങ്ങുന്ന ഒരു പ്രത്യേക ജം കട്ട് ഡിസൈനിങ് വരുന്നുണ്ടോ. ക്യാമറ മുട്ടുകൾ ഈ ഫോണിൻ്റെ സൈഡിലോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു ഇതാണ്. ഏറ്റവും മുകളിൽ വരുമ്പോൾ മൈക്രോഫോൺ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ഏറ്റവും അടിയിലോട്ട് വരികയാണെങ്കിൽ ഇയർഫോണ്, സ്പീക്കർ, അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കൊക്കെയാണ് വരുന്നത്. ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണെങ്കിലും റൈറ്റ് സൈഡിലും പവർ ബട്ടൺ ഇതെല്ലാമാണ് വരുന്നത്. ഇതിൻ്റെ ആ ഒരു ജം കട്ട് മൊഡ്യൂൾ കണ്ടോ, ഒരു എന്താ രസം. ഇത് Y58 എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മോഡലാണ്. ഏകദേശം 6.72 ഇഞ്ച് വരുന്ന ഒരു 86% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്ന ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണാണ്. IPS LCD ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1024 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. 5G ആണ് വരുന്നത്. വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ മോഡലാണ് Y58. അതുപോലെ തന്നെ ഗ്ലാസ് ഫ്രണ്ടാണ് വരുന്നത്. ബാക്കിൽ ഈ ഒരു ഡിസൈനിക്ക് പ്ലാസ്റ്റിക്കാണ്, പക്ഷേ പ്ലാസ്റ്റിക് ആണെന്ന് കണ്ടാൽ അറിയില്ല, കാരണം ആ ഒരു ഫിനിഷിങ് ഉണ്ടോ, ആ ഒരു ലൈറ്റൊക്കെ അടിക്കുമ്പോൾ തന്നെ ആ ഒരു റിഫ്ലക്റ്റിംഗ് മെറ്റീരിയലിലേക്കാണ് വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്, പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. IP64 ഡസ്റ്റ് വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻ്റൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ആ ബാക്കിൽ ആ ഒരു പ്രത്യേക ഓറൽ ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇതിൽ വരുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അതുപോലെ ക്യാമറേനെ പറ്റി പറയുകയാണെങ്കിൽ 50 MB ക്യാമറയാണ് വരുന്നത്. 1.8 അപ്രോച്ചറിൽ വരുന്ന മെയിൻ ക്യാമറയും 2 MB ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഒരു ഡ്യുവൽസ് ക്യാമറ സെറ്റപ്പ് എന്നേ പറയാനുള്ളൂ. ബേസിക് ക്യാമറ സെറ്റപ്പ് മാത്രമേ ഒരു ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ക്യാമറ മൊഡ്യൂൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ, അതായത് വിവോയുടെ തന്നെ V30e എന്ന് പറയുന്ന സീരീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആ ഒരു ക്യാമറ മൊഡ്യൂൾ ഞാൻ കാണിച്ചില്ലേ, ഇതാണ് അതിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു 5 ഹോൾ ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്, നല്ല ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. LCD ഡിസ്പ്ലേ ആണെങ്കിലും പെട്ടെന്ന് കണ്ട ഒരു AMOLED ഡിസ്പ്ലേ പോലെ തോന്നിക്കുന്ന കൂടുതൽ ക്യാമറ സെറ്റപ്പിലോട്ട് പോവുകയാണെങ്കിൽ ക്യാമറ ഡീറ്റെയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 1080p അറ്റ് 30 FPS ആണ് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ സെറ്റപ്പ്. 50 MB ഡിഫോൾട്ട് സെറ്റപ്പ് ഒക്കെ നമുക്ക് ഇതിലുണ്ട്. അതുപോലെ മോറിലേക്ക് പോകുമ്പോഴാണ് അത് വരുന്നത്. പോർട്രേറ്റ് ക്യാമറയ്ക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഇമേജ് ക്വാളിറ്റിക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ആ ഒരു ക്യാമറയുടെ ഒരു ക്വാളിറ്റി അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ക്യാമറ ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ സെൽഫി ക്യാമറ 8 MB സെൽഫി ക്യാമറയാണ്. പക്ഷേ 8 MB സെൽഫി ക്യാമറ ആണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറയാണ്. അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഇമേജുകൾ എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് 1080p ആയിട്ടാണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റീരിയോ സ്പീക്കറിന് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു സപ്പോർട്ടൊക്കെ ഉള്ളൊരു ഫോണാണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ഫൺ ടച്ച് OS 14 ആണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസൊക്കെ നമുക്ക് കിട്ടും. ക്വാൽകോം സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 എന്ന് പറയുന്നത് 2 nm ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. 2.2 GHz ക്ലോക്ക് സ്പീഡ് വരുന്നത്. Adreno 613 എന്ന് പറയുന്ന GPU ആണ് വന്നിരിക്കുന്നത്. USF 2.2 LPDDR4X സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റൊക്കെയാണ് ഇതിൻ്റെ മറ്റു ഫീച്ചേഴ്സൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് 6000 mAh ഒരു ഹ്യൂജ് ബാറ്ററി ഉണ്ട്. പക്ഷേ അത്രയും വലിയ ബാറ്ററി ഉണ്ടെങ്കിലും അത്രയും തിക്നെസ്സോ അത്രയും വെയിറ്റോ ഒന്നും തോന്നില്ല. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ. അത് LCD ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. അതായത് ലോക്കൽ ഡിസ്പ്ലേ ഒന്നും അല്ല വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ. ഇപ്പോൾ ഈ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഓഫ്ലൈനിൽ നിന്നൊക്കെ പോയി ഒരു ഫോണിൽ എടുക്കണമെന്ന് കരുതുന്നവർക്ക് പരിഗണിക്കാവുന്ന നല്ലൊരു ഫോൺ തന്നെയാണ്. കാരണം ആ ഡിസൈൻ ആണെങ്കിലും ടോട്ടൽ മൊത്തത്തിലുള്ള ആ ഒരു 5 ഹോൾ ഡിസൈൻ, അതുപോലെ 6.72 ഇഞ്ച് വരുന്ന വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്ര ഒരു ഡിസ്പ്ലേ സൈസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റ് ബ്രാൻഡുകളിലേക്ക്. അപ്പോൾ നല്ലൊരു ഓഫ്ലൈനിലേക്ക് ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു, അതായത് വലിയ ഗെയിമിംഗ് ഒന്നുമില്ല, നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണം, നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഡിസ്പ്ലേ, അത്യാവശ്യം ക്യാമറ എന്ന രീതിയിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു മോഡൽ തന്നെയാണ് ഈ ഒരു Y58 എന്ന് പറയുന്നത്. ഈ ഫോണിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 8GB 128GB പ്രൈസിങ് വരുന്നത് 19,500 രൂപയാണ്. അപ്പോൾ ഈ ഒരു 19,500 രൂപ റേഞ്ചിൽ മേടിക്കാവുന്ന ഒരു നല്ല ഫോണിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫോണാണ് ഈ ഒരു Y58. പിന്നെ വരുന്ന വിവോയുടെ Y200e ഉണ്ട്. ഒരു 500 രൂപയും കൂടി കൂടുതൽ കൊടുക്കാമെങ്കിൽ ഇതേ ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേയും കുറച്ച് ഡിസൈനിൽ ചേഞ്ച് വരുമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് Y58. അപ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ്. LCD ഡിസ്പ്ലേ ആണെങ്കിലും മോശം ഡിസ്പ്ലേ ഒന്നുമല്ല. ക്വാളിറ്റിയുള്ള ഫുൾ HD റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഡിസ്പ്ലേ തന്നെയാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഓഫ്ലൈനിൽ ഫോൺ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ ഒരു Y58 ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അല്ല നിങ്ങൾ ഓൺലൈനിൽ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് പല ബ്രാൻഡുകളിലും ഇതിൽ നല്ല മികച്ച ഡിസ്പ്ലേയും അതുപോലെ തന്നെ മികച്ച പെർഫോമൻസും തരുന്നതൊക്കെയുണ്ട്. ഇവരുടെ തന്നെ സെയിം ബ്രാൻഡായിട്ടുള്ള IQ അതുപോലെ തന്നെ വിവോയുടെ T സീരീസ് ഇതൊക്കെ വളരെ മികച്ച സീരീസ് തന്നെയാണ്. അപ്പോൾ പെർഫോമൻസൊക്കെ നോക്കുന്നവരാണെങ്കിൽ IQയിലോട്ടേക്ക് നോക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ജസ്റ്റ് ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ Y58 എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ Y58 എങ്ങനെയുണ്ട്, അത്യാവശ്യം കൊള്ളാമോ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, അതിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ Y58 യൂസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.